1930കളിലെ ഡൽഹി ചൗരി ബസാറിലെ തിരക്കേറിയ തെരുവുകളിൽ പൊടിപടലങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങും. രംഗ ബഹാദൂർ റായിയുടെ വീടിന്റെ ജാലകത്തിനപ്പുറത്തെ ആകാശത്തേക്ക് നോക്കി ആ 4 വയസ്സുകാരി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ശാന്തി, നീ എന്താണ് ഈ ആലോചിക്കുന്നത്? ഭക്ഷണം കഴിക്കണ്ടേ? അമ്മ ബാബുയി ദേവിയുടെ വിളി കേട്ടാണ് അവൾ ഞെട്ടിയത്. ശാന്തി തിരിഞ്ഞു നോക്കി. ആ കുഞ്ഞു കണ്ണുകളിൽ പ്രായത്തിന് ചേരാത്ത ഒരു ഗൗരവമുണ്ടായിരുന്നു. അമ്മേ, ഇതെൻ്റെ വീടല്ല. എൻ്റെ വീട് മധുരയിലാണ്. അവിടെ എനിക്കൊരു മകനുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം. ആദ്യം അതൊരു കുട്ടിക്കളിയായി മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ശാന്തിയുടെ വെളിപ്പെടുത്തലുകൾ അവരെ ഭയപ്പെടുത്താൻ തുടങ്ങി. തൻ്റെ മുൻജന്മത്തിലെ ഭർത്താവിനെ ചൗബേജി എന്നാണ് അവൾ വിളിച്ചിരുന്നത്. മധുരയിലെ മഞ്ഞ നിറമുള്ള വീടിനെക്കുറിച്ചും മുറ്റത്തെ കിണറിനെക്കുറിച്ചും അവൾ കൃത്യമായി വിവരിച്ചു. സാക്ഷാൽ ഗാന്ധിജിയെ അത്ഭുതപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ പുനർജന്മത്തിന്റെ കഥയാണിത്. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്.